സംസാരിക്കാൻ വേണ്ടി ഡോക്ടർ ആശയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു മഹത്തായ കാര്യത്തിന് വേണ്ടിയിട്ട്, മഹത്തായ തുടക്കത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിങ്ങളിവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ ആക്ച്വലി വലിയൊരു കാര്യമാണ്. ഒരു വലിയ കാര്യത്തിൻ്റെ ഒരു ചെറിയ തുടക്കമായിട്ട് ഇത് മാറട്ടെ എന്നാഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ പലരും ഫാഷിസത്തിനെ പറ്റി പലതും പറഞ്ഞു. ചിലതൊക്കെ കുരുടനെ കണ്ട ആനയുടെ പോലെ ആണ്. ചിലർ പറയുന്നു തുമ്പിക്കൈയാണ്, ചിലർ പറയുന്നു ചെവി മുറം പോലെയാണ്. സത്യത്തിൽ ഫാഷിസം ഇത് എല്ലാം കൂടിച്ചേർന്നതാണ്. ജാതീയതയാണ് ഫാഷിസം എന്ന് പറയുന്നവർ കണ്ടു. മുസോളിനി ആണ് ഫാഷിസത്തിന് തുടക്കമിട്ടത് എന്ന് ചിലർ പറയുന്നു. ഫാഷിസം യൂറോപ്പിലുണ്ടായതാണ്. സണ്ണി കബിക്കാട് പറയുന്ന പോലെ കാലങ്ങളായിട്ട് ഇന്ത്യയിലാണ് ഫാഷിസത്തിൻ്റെ തുടക്കം. ശരിയാണ്, ഫാഷിസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ് സത്യത്തിൽ. ഫാസിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മനുഷ്യത്വ വിരുദ്ധതയാണ്. അത് ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി. അതായത് മനുഷ്യരുടെ ഇടയിലെ ഒരു ശ്രേണീബദ്ധം, താഴെ നിൽക്കുന്നവൻ മുകളിൽ നിൽക്കുന്നവൻ, അടിമകളുടെ ഒരു എന്താ പറയുക, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മനുഷ്യരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഹൈറാർക്കി ആയിട്ടുള്ള സൊസൈറ്റിയിലൊരു ഹൈറാർക്കി ഉണ്ടാവുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഇരകളും വേട്ടക്കാരനെയും സൃഷ്ടിക്കുകയും, പണ്ട് മാർക്സിൻ്റെ കാലത്ത് എന്താ പറയുക, 2 ക്ലാസ് നമ്മൾ പറയുമായിരുന്നു, ക്ലാസ് വാർ. ഇന്ന് അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ഇരകളും എല്ലാവരും വേട്ടക്കാരുമാണ്. നമ്മളെല്ലാം ഒരേ സമയം ഇരകളും ഒരേ സമയം വേട്ടക്കാരുമാണ്. നമ്മൾ ഫാഷിസം ഇവിടെ വരാൻ പോകുന്ന ഒരു സംഭവമൊന്നുമല്ല. ഫാഷിസം ഓൾറെഡി എന്നോ ഇവിടെ എത്തിയ ഒരു സംഭവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ അതിന് ഫാഷിസം എന്നൊന്നും ആരും പേര് പറയുമായിരുന്നില്ല. ഫ്യൂഡലിസം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്, അത്രയേ ഉള്ളൂ. അതിനെ കുറച്ചും കൂടി ഒരു എന്താ പറയുക, മൂലധന ശക്തികൾ അതിലെ കയ്യേറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിലിറ്ററി ഇൻ്റലിജൻസ് കോംപ്ലക്സ്, ഇൻഡസ്ട്രി, കോർപ്പറേറ്റ് മിലിറ്ററി അതുകൂടെ പിടിമുറുക്കി എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ചാതുർവർണ്ണ വ്യവസ്ഥ കണ്ടിട്ടാണ് ഈ മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെ ഫാഷിസം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവുക. അത്രയും ഫാഷിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഫാഷിസ്റ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് ഇന്ന് മൂലധന ശക്തികൾ കൂടി, വിദേശ മൂലധന ശക്തികൾ കൂടി കൈമുറുക്കിയതോടുകൂടി നമ്മൾ അങ്ങേയറ്റം ഇതിലാണ്. പിന്നെ ഫാഷിസം എന്ന് പറയുന്നത് ദൂരെ നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിലുണ്ട് ഫാഷിസം. എൻ്റെ ഉള്ളിലുണ്ട് ഒരു ഫാസിസ്റ്റ്, നിങ്ങളുടെ ഉള്ളിലുണ്ട് ഫാസിസ്റ്റ്, നിങ്ങളുടെ വീട്ടിലുണ്ട് ഫാസിസ്റ്റ്, നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങളൊരു ഫാസിസ്റ്റാണ്. ഫാസിസം സമൂഹത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട് ഫാസിസം. ഫാസിസം അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകണ്ട. നിലമ്പൂർ ഭൂസമരത്തിൻ്റെ പന്തലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാസിസത്തിനെ അവിടെ കാണാം. അവിടെയാണ് ഏറ്റവും വലിയ ഫാസിസം ഉള്ളത്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപ വാടക കൊടുത്തിട്ട് അവരെ ഒരു പന്തലെടുത്തിട്ട് 160 ദിവസമായിട്ട് അവിടെ അവിടെ ഊണും ഉറക്കവും ഒക്കെ അവിടെയായിട്ട് ഒരു കൂട്ടം മനുഷ്യരവിടെ താമസിക്കുകയാണ്. എന്തുകൊണ്ട് അവരവന് താമസിക്കുന്നു? 1.5 വർഷം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 1.5 വർഷമായിട്ട് അവർക്ക് ഭൂമി അവരുടെ സുപ്രീം കോടതി നിയമപ്രകാരം അവർക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി അളന്ന് തിരിച്ചു കൊടുത്തിട്ട് ആ അളന്ന് തിരിച്ച ഭൂമി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 വർഷമായിട്ട് ആ മനുഷ്യര് നിരാഹാരവും അത് കഴിഞ്ഞിട്ട് കുടിൽ കെട്ടി താമസമായിട്ട് അവിടെ താമസിക്കുന്നു. എന്നിട്ടും ദിവസം അവർക്ക് അതിന് കൊടുക്കാൻ 500 രൂപ അവരുടെ കയ്യിൽ വാടകയില്ല. എന്നിട്ടും അവർ എന്താ പറയുക, ബക്കറ്റ് പിരിവെടുത്തിട്ട് 500 രൂപ ദിവസം കൊടുത്തിട്ട് അവരവിടെ ജീവിക്കുക. എന്നിട്ട് ഒരു ഭരണകൂടം അവരെ അവജ്ഞയോടുകൂടിയും നോക്കിക്കാണുക. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരോട് ഇത്രയും അവജ്ഞയോടുകൂടി പെരുമാറുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഫാഷിസം ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വരണം എന്നുള്ളത്? ഫാഷിസം ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളിലെ ഫാഷിസത്തിനെയാണ് ആദ്യം നമ്മൾ തൂത്തെറിയേണ്ടത്. നമ്മുടെ ഉള്ളിലെ ജാതീയതേനെയാണ് ആദ്യം നമ്മൾ തൂത്തെറിയേണ്ടത്. അത് തൂത്തെറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആയിരിക്കണം തുടക്കം. എനിക്കത്രേ പറയാനുള്ളൂ.